ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. CMOS, BIOS, UEFI. അതായത് കമ്പ്യൂട്ടറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. എന്താണ് CMOS, എന്താണ് BIOS, എന്താണ് UEFI എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിനായി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വാട്ട് ഈസ് CMOS? CMOS means complementary metal oxide semiconductor is a small amount of memory on a computer motherboard that stores the basic input-output system settings. The main purpose of CMOS in computer is to store important system settings and configurations such as date and time, boot order, hardware settings, and password information. Since it is volatile in nature, it is powered by a small 3 voltage battery known as CMOS battery. അതായത് CMOS എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം വരുന്നത് കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലുള്ള ഒരു ചെറിയ IC ചിപ്പാണ്. ആ IC ചിപ്പിൻ്റെ പിക്ചറാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. CMOSൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് വെച്ചാൽ ബയോസ് സെറ്റിങ്സ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ബയോസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡേറ്റ് ആൻഡ് ടൈം, ബൂട്ട് ഓർഡർ, ഹാർഡ്വെയർ സെറ്റിങ്സ്, പാസ്വേഡ് ഇൻഫർമേഷൻ എന്നിവയാണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലുള്ള ബയോസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു IC ചിപ്പായ ബയോസ് ICയുടെ സെറ്റിങ്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ചെറിയ IC ചിപ്പാണ് CMOS എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് അതിൻ്റെ സിസ്റ്റം ടൈം, ബൂട്ട് ചെയ്യുന്നതിനുള്ള ബൂട്ട് ഓർഡർ, പിന്നെ പ്രധാനപ്പെട്ട ഹാർഡ്വെയർ സെറ്റിങ്സ്, പിന്നെ ബയോസിൻ്റെ പാസ്വേഡ് സെറ്റിങ്സ്, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് IC ചിപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് വോളറ്റൈൽ ആയത് കൊണ്ട്, അതായത് പവർ പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാറ്റ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇതിന് ഒരു പവർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു 3 വോൾട്ടേജ് ഉള്ള ചെറിയൊരു ബാറ്ററി ഈ IC ചിപ്പിനോട് അടുത്ത് തന്നെ ഉണ്ടാവും. ഈ ബാറ്ററി ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് CMOS ICക്ക് പവർ കൊടുക്കുകയും അതിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ ഓഫായി കഴിഞ്ഞാലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ സഹായിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് കസ്റ്റം സെറ്റിങ്സ് ഓഫ് CMOS. അതായത് CMOSൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് എന്തൊക്കെയാണെന്നാണ്. അതിൽ ഒന്നാമത് വരുന്നത് ഡേറ്റ് ആൻഡ് ടൈം. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഡേറ്റും ടൈമും കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നഷ്ടപ്പെടാതെ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് CMOS ആണ്. പിന്നീട് വരുന്നതാണ് ബൂട്ട് ഓർഡർ. അതായത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗത്ത് ഏത് സ്റ്റോറേജ് ഡിവൈസിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് ഉള്ള ഇൻഫർമേഷനാണ് ബൂട്ട് ഓർഡറിൽ വരുന്നത്. അതിൻ്റെ പ്രയോറിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബൂട്ട് ഓർഡർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് CMOSലാണ്. പിന്നീട് വരുന്നത് ഹാർഡ്വെയർ സെറ്റിങ്സ്. അതായത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹാർഡ്വെയർ കമ്പോണൻസിൻ്റെയും ഡീറ്റെയിൽസ് ഈ ബയോസിലുണ്ടാകും. ഈ ബയോസിലുള്ള ഈ ഹാർഡ്വെയറുകൾ തന്നെ നമുക്ക് കസ്റ്റം ചെയ്ത് എനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ നമ്മൾ എനേബിൾ ചെയ്തത് ഏതൊക്കെയാണ്, എനേബിൾ ചെയ്യാതെ ഡിസേബിൾ ആക്കിയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ള ഇൻഫർമേഷൻസ് ഈ CMOSലാണ് സ്റ്റോർ ചെയ്യുന്നത്. CPU ക്ലോക്ക് സ്പീഡ്, ദ സ്പീഡ് ഓഫ് കമ്പ്യൂട്ടർ പ്രോസസ്സർ. അതായത് കമ്പ്യൂട്ടർ പ്രോസസ്സറിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യുന്നതിനാണ് ഈ സെറ്റിങ്സ് ഉപയോഗിക്കുന്നത്. പിന്നീട് വരുന്നത് മെമ്മറി ടൈമിങ്സ്, ദി ടൈമിംഗ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് മെമ്മറി. അതായത് നമ്മുടെ റാമിൻ്റെ മെമ്മറി ടൈമിങ് സെറ്റ് ചെയ്യുന്നതും ഇതിലാണ്. അതായത് ജനറലായി പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ മദർ ബോർഡ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ ഡീഫോൾട്ടായിട്ട് ബയോസിൽ സെറ്റിങ്സ് ഉണ്ടാകും. ഈ സെറ്റിങ്സ് നമ്മളുടെ യൂസറിന് കസ്റ്റമൈസ് ചെയ്യുന്നതിനും ആ കസ്റ്റമൈസ് ചെയ്ത ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് CMOS എന്ന് പറയുന്ന IC ഉപയോഗിക്കുന്നത്. അതിൽ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ ഒരു 3 വോൾട്ടേജ് ബാറ്ററിയിൽ നിന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് പവർ നൽകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് ബയോസ്?
A BIOS or basic input-output system is a firmware embedded in a computer's motherboard that tells computer's operating system how to operate properly. It contains instructions on how to control various hardware components such as hard disk, keyboard, and display. It is the first piece of code executed by a computer when powered on. Explanation: firmware is a type of software that's embedded into a device's hardware to help it operate. ബയോസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫേംവെയർ സോഫ്റ്റ്വെയർ ആണ്. ഇത് ആണ് കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. അതായത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഹാർഡ് ഡിസ്ക്, കീബോർഡ്, ഡിസ്പ്ലേ ഡിവൈസസ് അതുപോലെയുള്ള എല്ലാ ഹാർഡ്വെയറുകളും എത്തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ബയോസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ബയോസ് ICയുടെ ഒരു ചിത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ICയിലാണ് ബയോസിലുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് മെഷീൻ ലാംഗ്വേജിലാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ലാംഗ്വേജുകളെ പറ്റി പറഞ്ഞപ്പോൾ മെഷീൻ ലാംഗ്വേജിനെ പറ്റി പറഞ്ഞിരുന്നു. അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരേ ഒരു ഭാഷ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജിലാണ് ഈ ബയോസിൽ വിവരങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ ഓൺ ചെയ്യുമ്പോൾ ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ബയോസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഇൻസ്ട്രക്ഷൻസ് ആണ് ആദ്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. Functions of BIOS. BIOS performs a number of important functions including booting, hardware initialization, system clock and time, system security. അതായി ബയോസിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത് വരുന്നതാണ് ബൂട്ടിങ്. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ബയോസ് ആണ്. ബൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുന്നേയുള്ള പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതായത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസും കൃത്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുന്നതാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് ബയോസ് പ്രോഗ്രാമാണ്. പിന്നീട് വരുന്നതാണ് ഹാർഡ്വെയർ ഇനിഷ്യലൈസേഷൻ. അതായത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഹാർഡ് ഡിസ്ക്, കീബോർഡ്, ഡിസ്പ്ലേ സ്ക്രീന് ഇവയൊക്കെ ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് ആണ് ബയോസിൻ്റെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത്. അടുത്തത് സിസ്റ്റം ക്ലോക്ക് ആൻഡ് ടൈം. അതായത് സിസ്റ്റത്തിൻ്റെ ഡേറ്റ്, ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് സിസ്റ്റം സെക്യൂരിറ്റി. അതായത് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതും ബയോസിൻ്റെ ഒരു പ്രവർത്തനത്തിൽ വരുന്നതാണ്. പിന്നീട് നമ്മൾ നോക്കുന്നത് ബയോസിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ്. ഈ ചിത്രത്തിൽ കാണുന്നത് രണ്ട് തരത്തിലുള്ള ഇൻ്റർഫേസുകളാണ്. ഇതിൽ ഈ സെറ്റിങ്സ് ആണ് നമ്മൾക്ക് യൂസറിനെ കസ്റ്റമൈസ് ചെയ്യാവുന്നത്. ഈ കസ്റ്റമൈസ് ചെയ്യുന്ന സെറ്റിങ്സ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് സിമോസ് ബാറ്ററി ഉള്ളതുകൊണ്ടാണ്. സിമോസ് ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ സെറ്റിങ്സ് എല്ലാം റീസ്റ്റോർ ചെയ്യപ്പെടുന്നതാണ്. ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് നോക്കിയാൽ ഒത്തിരി വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് സിമോസ് ഫീച്ചേഴ്സ്, അഡ്വാൻസ്ഡ് ബയോസ് ഫീച്ചേഴ്സ്, അഡ്വാൻസ്ഡ് ചിപ്സെറ്റ് ഫീച്ചേഴ്സ്, ഇൻ്റഗ്രേറ്റഡ് പെരിഫറൽസ്, പവർ മാനേജ്മെൻറ്റ് സെറ്റപ്പ്, PCI കോൺഫിഗറേഷൻസ്, PC ഹെൽത്ത് സ്റ്റാറ്റസ്, ഫ്രീക്വൻസി വോൾട്ടേജ് കൺട്രോൾ, ലോഡ് ഫെയിൽ സേഫ് ഡിഫോൾട്ട്, ലോഡ് ഒപ്റ്റിമൈസ്ഡ് ഡിഫോൾട്ട്, സെറ്റ് സൂപ്പർവൈസർ പാസ്വേഡ്, സെറ്റ് യൂസർ പാസ്വേഡ്, സേവ് ആൻഡ് എക്സിറ്റ് സെറ്റപ്പ്, എക്സിറ്റ് വിത്തൗട്ട് സേവിങ്. ഇതിൽ ഈ സ്റ്റാൻഡേർഡ് സിമോസ് ഫീച്ചേഴ്സിലാണ് നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നീട് അഡ്വാൻസ്ഡ് ബയോസ് ഫീച്ചേഴ്സിൽ ബൂട്ട് ഓർഡർ എന്നിവയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് UEFI? Unified Extensible Firmware Interface is a modern firmware interface that replaces the traditional BIOS in computers. UEFI offers several advantages over BIOS. അതായത് UEFI എന്ന് പറയുന്നത് യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫൈർവെയർ ഇൻ്റർഫേസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. നേരത്തെ പറഞ്ഞ ബയോസിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈർവെയർ ഇൻ്റർഫേസ് ആണ് UEFI എന്ന് പറയുന്നത്. ബയോസിനെ അപേക്ഷിച്ച് ധാരാളം അഡ്വാൻറ്റേജസ് ഉള്ളതാണ് UEFI. UEFIയുടെ ഒരു ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. ഇതിൽ നമ്മൾ ആദ്യം കണ്ട ബയോസിൻ്റെ ഇൻ്റർഫേസിനെ അപേക്ഷിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അതിലെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. കൂടാതെ ഇത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് മൗസ് ഉപയോഗിക്കുവാൻ സാധിക്കും. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബയോസ് ആൻഡ് UEFI. അതായത് UEFIയും ബയോസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ബയോസ് ആൻഡ് UEFI ആർ ബോത്ത് ഫൈർവെയർ ഇൻ്റർഫേസസ് ദാറ്റ് ഡിറ്റർമിൻ
device boot priority and allow users to customize hardware and software settings. അതായത് ബയോസും UEFIയും രണ്ടും ഫൈർവെയർ ഇൻ്റർഫേസ് ആണ്. ഒരേ കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ഇൻ്റർഫേസുകളാണ്. എന്നിരുന്നാൽ തന്നെയും അവയ്ക്ക് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ബൂട്ട് പ്രോസസ്സാണ്. UEFI offers a more streamlined boot process while BIOS uses a more traditional and linear sequence. ബയോസിൽ ട്രഡീഷണൽ ആയിട്ട് ലീനിയർ സീക്വൻസിലാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് 1 by 1 ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ UEFIയിൽ അങ്ങനെയല്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്ത് ബൂട്ടിംഗ് പ്രോസസ്സ് വളരെ സ്പീഡിൽ ആക്കാനായിട്ട് UEFI സഹായിക്കുന്നു. യൂസർ ഇൻ്റർഫേസ്. UEFI ഹാസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വൈൽ BIOS ഹാസ് എ ടെക്സ്റ്റ് ബേസ്ഡ് ഇൻ്റർഫേസ് ദാറ്റ് ക്യാൻ ഓൺലി ബി നാവിഗേറ്റഡ് യൂസിങ് കീബോർഡ്. ബയോസിൽ വരുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ഇൻ്റർഫേസ് ആണ്. അതായത് നമുക്ക് കീബോർഡ് മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ, മൗസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ UEFIയിലേക്ക് വരുമ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. നമുക്ക് മൗസ് ഉപയോഗിച്ച് തന്നെ അതിലെ ഓരോ മെനുവും തിരഞ്ഞെടുക്കാനും സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനും എല്ലാം സാധിക്കും. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് മോഡ്. UEFI runs in 32-bit or 60-bit mode while BIOS operates in 16-bit mode. ബയോസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 16 ബിറ്റിലാണ്. എന്നാൽ UEFIയിൽ വരുമ്പോൾ അത് 32 ബിറ്റ് 64 ബിറ്റ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഹാർഡ് ഡിസ്ക് സപ്പോർട്ട്. UEFI support hard disk that are larger than 2 TB in size while BIOS support hard disk that are up to 2 TB in size. അതായത് ബയോസിൽ വരുമ്പോൾ 2 ടെറാബൈറ്റ് വരെ സൈസുള്ള ഹാർഡ് ഡിസ്ക് മാത്രമേ അത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. എന്നാൽ UEFIയിലാണെങ്കിൽ 2 TBയേക്കാളും കൂടുതലായിട്ടുള്ള സൈസിലുള്ള ഹാർഡ് ഡിസ്കുകളും ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന ബിറ്റ് നമ്മൾ ആദ്യം ഓപ്പറേറ്റിംഗ് മോഡിൽ പറഞ്ഞു 16 ബിറ്റിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. 16 ബിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത്ര ചെറിയ ഹാർഡ് ഡിസ്ക് സപ്പോർട്ട് കിട്ടുന്നത്. UEFIയിൽ 32 ബിറ്റ് അല്ലെങ്കിൽ 64 ബിറ്റിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സൈസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. നെക്സ്റ്റ് സെക്യൂരിറ്റി. UEFI ഓഫേഴ്സ് എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. അതായത് ബയോസിനെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് UEFI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കമ്പാറ്റബിലിറ്റി. BIOS സപ്പോർട്ട്സ് ലെഗസി PC ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അതായത് ബയോസിൻ്റെ ഹാർഡ്വെയർ സപ്പോർട്ട് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ അത് സപ്പോർട്ട് ചെയ്യില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കീബോർഡുകൾ, മൗസ് അതുപോലെയുള്ള സ്റ്റാൻഡേർഡ് ഡിവൈസും ഹാർഡ് ഡിസ്കിൽ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം 2 TB വരെ അത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ സപ്പോർട്ട് UEFIയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് സ്പീഡ്. UEFI ഹാസ് ഫാസ്റ്റർ ബൂട്ട് ടൈംസ് ദാൻ BIOS. അതായത് ലീനിയർ സീക്വൻസിൽ നിന്ന് മാറി സ്ട്രീം ലൈൻ ആയിട്ടുള്ള ബൂട്ട് പ്രോസസ്സ് ഉള്ളത് കൊണ്ട് തന്നെ UEFIക്ക് ബയോസിനെ അപേക്ഷിച്ച് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ബൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക്, ഹൗ ടു എൻ്റർ BIOS ഓർ UEFI സെറ്റിംഗ്സ്. To enter BIOS your UEFI settings of your PC, you can try these following steps. First, restart your computer. When the manufacturer's logo appears, press BIOS key repeatedly until you enter BIOS setup. Use the arrow keys in keyboard to navigate in BIOS menu, and you can use mouse in UEFI. Different brands have different BIOS keys like F1, F2, F8, F10, F11, F12, delete and escape. അതായത് ബയോസ് സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ UEFI സെറ്റിംഗ്സിലേക്ക് നമ്മൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബയോസിൻ്റെ സെറ്റിംഗ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് നമ്മളുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മൾ ആദ്യമായിട്ട് ഓൺ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഓണായി ആ മദർ ബോർഡിൻ്റെ മാനുഫാക്ചറേഴ്സ് ലോഗോ, അതായത് മദർ ബോർഡിൻ്റെ ലോഗോയാണ് അത് ഡിസ്പ്ലേ ആയി വന്നാൽ ഉടൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ബയോസ് കീസ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ബയോസ് കീസ് എന്ന് പറയുന്നത് ആണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ഓരോ മദർ ബോർഡ് മാനുഫാക്ചററും ഓരോ ബയോസ് കീസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ആ കീസ് പ്രസ് ചെയ്താലാണ് ബയോസിൻ്റെ സെറ്റപ്പിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത്. അത് ലോഗോ വന്നതിന് ശേഷം ഉടൻ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പ്രസ് 1 അല്ലെങ്കിൽ F2 കീ ടു എൻ്റർ ബയോസ് സെറ്റപ്പ് എന്ന് എഴുതി കാണിക്കും. ഏത് കീയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് മാനുഫാക്ചറർ ലോഗോ ഡിസ്പ്ലേ ആയി വന്നാൽ ഉടൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് ഈ കീ പ്രസ് ചെയ്താൽ നമുക്ക് ബയോസ് സെറ്റപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് 3 കാര്യങ്ങളാണ്: CMOS, BIOS, UEFI. വീഡിയോയിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. BIOS എന്ന് പറയുന്നതും UEFI എന്ന് പറയുന്നതും രണ്ടും ഫൈംവെയർ ഇന്റർഫേസ് ആണ്. അതിന്റെ രണ്ടിന്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ്. BIOSനെ റീപ്ലേസ് ചെയ്തിട്ടാണ് മോഡേൺ ആയിട്ട് UEFI വന്നിട്ടുള്ളത്. BIOSന്റെയും UEFIയുടെയും കസ്റ്റം സെറ്റിംഗ്സ് സേവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മറ്റൊരു IC ചിപ്പാണ് CMOS എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടും ടെക്നിക്കലായിട്ടുമുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.